യൂദാസിൻ്റെ ഡീലാണ് നമ്മൾ കാണുന്നത്. പ്രധാന പുരോഹിതന്മാരുമായിട്ടാണ് ഈ ഡീൽ വയ്ക്കുന്നത്. എന്തിനെതിരെയും ചോദിച്ചാൽ ക്രിസ്തുവിനെതിരെയാണ്. ഡീലിൻ്റെ തുക ഫിക്സ് ചെയ്യുകയാണ്. പരസ്പരം അവർ സംസാരിച്ചു. അവർ പറഞ്ഞ റേറ്റ് യേശുവിനെ ഒറ്റിക്കൊടുത്താൽ 30 വെള്ളി നാണയമാണ്. വലിയ കാശൊന്നുമല്ല, ആ നാട്ടിലെ ഒരു അടിമയുടെ വിലയാണ്. അങ്ങനെ ഒരു അടിമയുടെ വില കണക്കാക്കുന്ന യൂദാസ് ആ ഡീല് ഉറപ്പിക്കുകയാണ്. ഇനി സമയവും സ്ഥലവും ഫിക്സ് ചെയ്താൽ മാത്രം മതി ഡീല് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഒരു ടൈമും സ്പേസും കണ്ടെത്തി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു പെസഹ ഒരുക്കുന്നത്. 12 പേരെയും അടുത്തിരുത്തി യേശു അവസാനത്തെ വാക്കുകൾ പറയുകയാണ്. ഇതൊരു ഇമോഷണൽ മൊമെൻ്റാണ്. 3 വർഷം കൂടെ നിന്നവർ, ഒരിടത്തും പിരിയാതെ ചേർത്ത് പിടിച്ചവർ, വീഴുമെന്ന് ഉറപ്പുണ്ടായിട്ടും ചേർത്ത് പിടിക്കാൻ തക്ക വിധത്തിൽ വിശാല മനസ്സോടെ ക്രിസ്തു സ്വന്തമാക്കിയവർ, ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിളുമ്പിൽ നിൽക്കുന്ന ചില മനുഷ്യരെ ക്രിസ്തു സ്വന്തമാക്കുന്നു. ഇനി അവരുമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഡിന്നറാണ്. അങ്ങനെ യേശു ഒരു ഡിന്നറിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങളിലൊരാൾ ഡീൽ ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെയാണ്, അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇത് പറയുമ്പോൾ യേശുവിനുള്ളിൽ ഒത്തിരി സങ്കടമുണ്ട്. ആ സങ്കടത്തിൽ നിന്ന വാക്കാണ് തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു ട്വിസ്റ്റ് അതിൽ സംഭവിച്ചത്, ഈ സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ആരെന്നുള്ളതാണ്. യേശു പറഞ്ഞില്ല. അറിയാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം പറഞ്ഞില്ല. കാര്യം യൂദാസ് ഒരിടത്തും തലകുനിയാൻ പാടില്ല. തൻ്റെ കൂടെയുള്ളവൻ ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. അവൻ തലകുനിക്കാതിരിക്കാൻ, അവൻ തോറ്റുപോകാതിരിക്കാൻ യേശു തോറ്റുകൊടുത്തു. യേശു തലകുനിഞ്ഞു നിന്നു. യേശു മൗനം പാലിച്ചു. വിശുദ്ധവാരം കൂടെയുള്ളവരെ തലകുനിയാൻ അനുവദിക്കാത്ത ഒരു നാൾ കൂടിയാണെന്ന് ഓർക്കാനുള്ളതാണ് ഈ ഗോസ്പൽ. തെറ്റ് ചെയ്യുന്നതാണെന്നറിയാം, കള്ളം പറയുകയാണെന്നറിയാം, വേദനിപ്പിക്കുകയാണെന്നറിയാം, ഒറ്റിക്കൊടുക്കുകയാണെന്നറിയാം. എന്നാലും അവർ ആരുടെയും മുമ്പിൽ തലകുനിയാൻ പാടില്ല. അവർ തല ഉയർത്തി നിൽക്കാൻ നമ്മൾ ചില സമയത്ത് തലകുനിയണം. അതാണ് ഈ ഡീലിൽ ക്രിസ്തു ചെയ്ത ഏറ്റവും മനോഹരമായ കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഡീലിൻ്റെ കഥ പറയുന്നുണ്ട്. പരസ്പരം സ്ഥലവും സമയവും ഫിക്സ് ചെയ്ത് സംവാദത്തിനൊരുങ്ങുന്നുണ്ട്. ഒക്കെ ജയിക്കാനുള്ള കളിയാണ്. എന്നാൽ അതേ നാളുകളിൽ നമ്മൾ കാണുന്നൊരു ഡീല് യേശുവിനെതിരെയുള്ള ഡീലാണ്. അതിലൊരാൾ തോൽക്കാൻ തയ്യാറാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ തോൽക്കുന്നതാണല്ലോ. അത് ഈ ഭൂമിയിൽ ഒരു നേതാക്കന്മാർ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.